ലഡാക്കിലെ പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധം ശക്തമായ ലഡാക്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സമാധാനത്തിന് ആഹ്വാനം ചെയ്ത സോനം വാങ്ചുക് രംഗത്തെത്തി. അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അബ്ദുൾ റഷീദ്, വാങ്ചുങ്ങിന്റെ നേതൃത്വത്തിൽ 1 മാസത്തിലധികമായി നീളുന്ന നിരാഹാര സമരം അവിടെ തുടരുകയായിരുന്നു. സർക്കാർ ഒരു തരത്തിലും അവരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കോ ആവശ്യങ്ങൾക്കോ ഒന്നും വഴങ്ങാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഒരു പ്രക്ഷോഭത്തിലേക്ക് മാറുന്നതല്ലേ? നിലവിൽ എന്താണ് സാഹചര്യം? കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലഡാക്കിന് പ്രത്യേക സംസ്ഥാന പദവി നൽകണമെന്നും അതോടൊപ്പം ഗോത്ര വിഭാഗത്തിന് ഇത്തരത്തിൽ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ ദിവസങ്ങളോളമായി ലഡാക്കിലെ വിവിധ മേഖലകളിൽ പ്രതിഷേധവും അതോടൊപ്പം നിരാഹാര സമരവും തുടർന്നു വരുന്നത്. ഇന്ന് സോനം വാങ്ചുക്കിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി യുവാക്കളും അതോടൊപ്പം നിരവധി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. പിന്നീട് ഈ പ്രതിഷേധത്തിനിടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഈ സംഘർഷത്തിനിടെയാണ് ഇപ്പോൾ 4 പേർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നത്. അതോടൊപ്പം ഈ സംഘർഷത്തിനിടെ 70ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പോലീസിന്റെ പ്രത്യേകയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതിയില്ലാതെ റാലികളും പ്രതിഷേധങ്ങളും നടത്തരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 5ൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദില്ലിയിലടക്കം നേരത്തെ വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് ഈ ചർച്ചകളുമായി മുന്നോട്ട് പോകാമെന്നുള്ള ഉറപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും അത് പാലിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും വലിയ പ്രതിഷേധവുമായി യുവാക്കളടക്കം തെരുവിലടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും സംഘർഷത്തിനിടെ പോലീസ് വാഹനങ്ങൾക്ക് തീവെക്കുകയും അതോടൊപ്പം ലഡാക്കിലെ BJP ഓഫീസിന് പ്രവർത്തകർ തീവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സമാധാനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വാങ്ചുക്ക്. കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കരുത് എന്നതടക്കമുള്ള ആഹ്വാനമാണ് ഇപ്പോൾ വാങ്ചുക്ക് നടത്തുകയും ചെയ്യുന്നുണ്ടായാലും വലിയ സംഘർഷം തന്നെയാണ് ഇപ്പോൾ ഈ മേഖലയിൽ തുടരുന്നത്. അസിത. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.